ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ മുഴുവൻ ശാപം ഏറ്റുവാങ്ങിയ ഒരു കുറ്റവാളിയുണ്ട്. ഉത്ര വധക്കേസിലെ കുറ്റവാളിയായ സൂരജ്. ഓർമ്മയുണ്ടാകും നിങ്ങൾക്ക്. പാമ്പ് കടിപ്പിച്ച് സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ ഒരു കുറ്റവാളി. ആ കുറ്റവാളി ഇപ്പോൾ ജയിലിലാണ്. ആ കുറ്റവാളിയായ മകനെ പരോൾ അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അമ്മ നടത്തിയ ഒരു ഹീന ശ്രമമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിഷയം. മകന് പരോൾ കിട്ടുന്നതിന് വേണ്ടി ഏതറ്റവും അമ്മമാർ പോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ അമ്മ അതിനുവേണ്ടി സ്വീകരിച്ചതാകട്ടെ ഒരു വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഡോക്ടറിൽ നിന്ന് തന്നെ ലഭിച്ചു. പക്ഷേ ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഈ അമ്മ നടത്തിയത് ഡോക്ടർ എഴുതാത്ത വാചകം കൂടി എഴുതി ചേർത്തുകൊണ്ടാണ്. അതായത് മോന് എങ്ങനെയായാലും പരോൾ കിട്ടണം, അതാണ് ഈ അമ്മയുടെ ഒരു ലക്ഷ്യം. ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയാണ് അമ്മ ഇത്തരത്തിൽ നിയമം വിധേയമല്ലാത്ത ഒരു കാര്യം ചെയ്തു കൂട്ടിയിരിക്കുന്നത്. അടിയന്തരമായ പരോൾ ലഭിക്കണമെങ്കിൽ മകന് ഗുരുതര രോഗം ഉണ്ടെന്ന് അമ്മയ്ക്ക് വരുത്തി തീർക്കേണ്ടതുണ്ട്. അതിനുള്ളതാണ് ഈ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത്. ഈ അമ്മയുടെ പേര് രേണുക എന്നാണ്. ഇവർക്കെതിരെ ഇപ്പോൾ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം പൂജപ്പുര പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പൂജപ്പുര സെൻട്രൽ ജയിലിലെ സൂപ്രണ്ടാണ് പരാതി നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മകനെയും അമ്മയും ചോദ്യം ചെയ്യുന്നത് ആരംഭിച്ചിട്ടുമുണ്ട്. അച്ഛന് ഗുരുതര രോഗമുണ്ട്, അതുകൊണ്ട് മകന് പരോൾ അനുവദിക്കണം എന്നുള്ളതാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ അമ്മ എഴുതി ചേർത്ത് പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന് നൽകിയത്. അതിൽ ഈ ഗുരുതര രോഗം എന്നുള്ളതാണ് പ്രത്യേകിച്ച് എഴുതി ചേർത്തതായി ഈ ജയിൽ സൂപ്രണ്ടിന് സംശയം തോന്നിയത്. അദ്ദേഹം അപ്പോൾ തന്നെ ഈ സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറെ ഫോണിൽ ബന്ധപ്പെട്ടു. ഡോക്ടർ ആ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു കൊടുക്കുന്നതിന് ജയിൽ സൂപ്രണ്ടിനോട് പറഞ്ഞു. അങ്ങനെ ജയിൽ സൂപ്രണ്ട് ആ സർട്ടിഫിക്കറ്റ് ഇദ്ദേഹത്തിന് ഡോക്ടർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഡോക്ടർ അത് പരിശോധിച്ചപ്പോഴാണ് താൻ എഴുതാത്ത ഈ ഗുരുതര രോഗം എന്ന് പറയുന്ന വാക്ക് അതിനകത്ത് അഡീഷണലായി എഴുതി ചേർത്തു എന്ന് ഡോക്ടർക്കും ബോധ്യപ്പെട്ടത്. ആ വിവരം അപ്പോൾ തന്നെ ഡോക്ടർ ജയിൽ സൂപ്രണ്ടൻ അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പൂജപ്പുര ജയിൽ സൂപ്രണ്ട് പോലീസിൽ പരാതി നൽകിയത്. ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഇത്തരത്തിൽ ചമയ്ക്കുന്നതിന് ആരെങ്കിലും ഈ രേണുക എന്ന് പറയുന്ന സൂരജിൻ്റെ അമ്മയെ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതും ഇപ്പോൾ അന്വേഷണത്തിലാണ്. ഭാര്യ അഞ്ചൽ സ്വദേശിനിയായ ഉത്രയെ മൂർഖൻ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചാണ് സൂരജ് എന്ന് പറയുന്ന ഭർത്താവ് കൊലപ്പെടുത്തിയത്. അടൂർ സ്വദേശിയാണ് ഈ സൂരജ് എസ് കുമാർ. ഈ സംഭവം നടന്നത് 2021 ഒക്ടോബറിൽ കോടതി 17 വർഷ കഠിന തടവും അതിനുശേഷം ഇരട്ട ജീവപര്യന്തവും ശിക്ഷ വിധിച്ചിരുന്നു. 2020 വളരെ വേഗത്തിൽ തന്നെ കേസന്വേഷണം നടന്നു. തുടർന്നാണ് 2021 ഒക്ടോബറിൽ ഈ ശിക്ഷ വിധി ഉണ്ടായത്. അതിനെ തുടർന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ സൂരജിനെ പ്രവേശിപ്പിച്ചു. അദ്ദേഹം ഇപ്പോൾ അവിടെ ജയിൽവാസം തുടരുകയുമാണ്. നിരവധി വട്ടം ഇദ്ദേഹം പരോളിൽ ഇറങ്ങുന്നതിന് വേണ്ടി അമ്മ മുഖാന്തരം അപേക്ഷ നൽകി. പക്ഷേ അതെല്ലാം റിജക്റ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. തുടർന്നാണ് അച്ഛന് ഇല്ലാത്ത ഗുരുതര രോഗം പറഞ്ഞുകൊണ്ടുള്ള ഈ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി പരോളിന് അപേക്ഷ നൽകിയത്. ഈ ജയിൽ സൂപ്രണ്ടിന് സംശയം തോന്നിയതുകൊണ്ട് അദ്ദേഹം അത് അപ്പോൾ തന്നെ കയ്യോടെ പിടിച്ചു എന്നുള്ളതാണ് നമുക്ക് ചുരുക്കത്തിൽ പറയാൻ കഴിയുന്നത്. അമ്മയ്ക്ക് മകനെ പരോളിൽ കൊണ്ടുപോകാൻ ഏതറ്റം വഴിയും പോകാം. പക്ഷേ നിയമം പിന്നാലെ ഉണ്ട് എന്നുള്ളത് ഈ അമ്മ മറന്നുപോയി.
ചെറിയ കുറ്റമൊന്നും അല്ല ഈ മകൻ ചെയ്തത്. മൂർഖൻ പാമ്പിനെ കൊണ്ട് പല തവണ റിഹേഴ്സൽ വരെ നടത്തിയതിന് ശേഷമാണ് അദ്ദേഹം ഭാര്യയെ മൂർഖൻ പാമ്പിനെ കൊണ്ട് തന്നെ കൊത്തിപ്പിച്ച് വിഷം ഉള്ളിൽ ചെന്ന് ആ പാവം ഭാര്യ മരണപ്പെട്ടത്. അദ്ദേഹത്തിന് കിട്ടിയ സ്ത്രീധനമൊന്നും അത്ര തൃപ്തിയാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഈ പാവം വധുവിനെ അദ്ദേഹം കൊലപ്പെടുത്തിയത്. അത്രയും ബുദ്ധി ഉപയോഗിച്ച ഈ മനുഷ്യൻ പിടിക്കപ്പെടുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. പക്ഷേ വിധി എല്ലാവർക്കും പിന്നാലെ ഇപ്പോൾ ഉടനെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇത്തരം കേസിനെ തുടർന്ന് അറസ്റ്റ് നടക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാകുന്നത്. കേരളം ശരിക്കു പറഞ്ഞാൽ ഈ സൂരജ് എന്ന വ്യക്തിയെ ശപിക്കുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഒരു മനുഷ്യൻ പോലും അയാളുടെ അമ്മയോ അച്ഛനോ ആയിരിക്കാം ഫേവർ ചെയ്യുന്നത്, മറിച്ച് ഒരു വ്യക്തി പോലും ആ ദുഷ്ടകൃത്യം ചെയ്ത സൂരജിനെ അനുകൂലിക്കുന്നില്ല. ഈ ചാനൽ ഇത്തരം കേസ് വിവരങ്ങൾ തുടർന്നുള്ള എപ്പിസോഡുകളിലും കൊണ്ടുവരുന്നുണ്ട്. നന്ദി.